ക്രൈസ്തവ ലോകം മുഴുവൻ തിരുപ്പിറവിയുടെ മഹാജൂബിലി ആഘോഷിക്കുന്ന വർഷമാണിത്. 2025 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഈശോ ഈ ലോകത്ത് പിറന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന ചോദ്യം വളരെ രസകരമായിരിക്കും. അതിനുത്തരം കണ്ടെത്തുമ്പോൾ അത് നമ്മളെ ഒത്തിരി ഉൾക്കാഴ്ചകളിലേക്ക് നയിക്കും. ഈശോ മനുഷ്യനായി ജനിച്ചു വീണതുകൊണ്ട് പുതിയ ഒരു ഉൾക്കാഴ്ച ലോകത്തിന് ലഭിക്കുകയാണ്. എന്താണത്? ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ആ രൂപം ദൈവം എടുക്കുകയാണ്. അതിലൂടെ മനുഷ്യൻ്റെ മഹത്വം വർദ്ധിച്ചു. ഓരോ മനുഷ്യനിലും ദൈവം വസിക്കുന്നു എന്നുള്ളൊരു ചിന്ത വളരുകയാണ്. ഈശോ ജനിച്ച് തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ മരണം കൊണ്ട്, ഉത്ഥാനം കൊണ്ട് അനേകരെ ആത്മീയമായി രക്ഷിച്ചു. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ വളർത്തിയപ്പോൾ അവരെ ഓരോരുത്തരെയും അവിടുന്ന് സ്വന്തമാക്കി. ഇനി ഞാൻ എൻ്റെ സഹോദരനെ കാണേണ്ടത് ഈശോയുടെ പ്രതിരൂപമായിട്ടാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ്. അത് കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ എന്നെ നിർബന്ധിക്കുന്നു. കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. കൂടുതൽ അവർക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ നിർബന്ധിക്കുകയാണ്. കാരണം ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം. മനുഷ്യനെ അടിമയാക്കാൻ പാടില്ല. അവൻ മഹത്വമുള്ളവനാണ്. മനുഷ്യൻ വിദ്യാഭ്യാസമില്ലാതെ ജീവിക്കാനിടയാകരുത്. അവൻ മഹത്വമുള്ളവനാണ്. മനുഷ്യൻ വഴിയിൽ കിടന്ന് മരിക്കേണ്ടവനല്ല, അവൻ പരിചരിക്കപ്പെടേണ്ടവനാണ്. കാരണം അവൻ മഹത്വമുള്ളവനാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യത്വത്തെ മുഴുവൻ അവിടുന്ന് ആത്മീയമാക്കി മാറ്റി. അതുകൊണ്ട് ദൈവികമായ മഹത്വമുള്ള ഒരു വ്യക്തിയാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ട് ആ ഒരു വലിയ ആദരവോടെ, സ്നേഹത്തോടെ നമ്മൾ ഓരോരുത്തരെയും കരുതണമെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ ജനിച്ചതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ നമുക്ക് ലഭിച്ചത് മനുഷ്യൻ്റെ വില ഉയർന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വില ഉയർന്നു. മനുഷ്യനിൽ ദൈവത്തെ ദർശിക്കാൻ നമുക്ക് എളുപ്പമായി. ഇനി അവിടുന്ന് പിറന്നത് ഏറ്റവും എളിയ സാഹചര്യങ്ങളിലാണ്. കാലിത്തൊഴുത്തിലും പുൽക്കൂട്ടിലും ദൈവത്തെ പ്രതീക്ഷിക്കാമെന്ന് ക്രിസ്മസ് നമ്മളെ പഠിപ്പിച്ചു. ഏറ്റവും പാവപ്പെട്ടവരുടെ ഇടയിൽ, ഏറ്റവും ദരിദ്രരുടെ ഇടയിൽ ദൈവത്തെ തേടുവാൻ ക്രിസ്മസ് നമ്മളെ ഓരോരുത്തരെയും നിർബന്ധിച്ചു. ക്രൈസ്തവ വിശ്വാസം കാരുണ്യ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അവിടുന്ന് ജനിച്ചതും ജീവിച്ചതും ഏറ്റവും എളിയ സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ മാറ്റി നിർത്തരുത്. അവനിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ തയ്യാറാവണം എന്ന വലിയൊരു ബോധ്യം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. ഈ ക്രിസ്മസ് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടെയുള്ള എല്ലാ വ്യക്തികളെയും ദൈവിക മഹത്വത്തോടെ ദർശിക്കുവാൻ, ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കാണുവാൻ, ജീവിതം കൊണ്ട് അവർക്ക് വേണ്ടി സ്വയം വ്യയം ചെയ്യാൻ ഈ ക്രിസ്മസ് നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. മാക് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷപൂർവ്വം ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പുതുവർഷത്തിൻ്റെ സന്തോഷം നേരുന്നു.